അച്ഛനാ അവര് കല്യാണത്തിന് എന്താ നീ പോയില്ലേ? റിസൾട്ട് ഫസ്റ്റ് തോറ്റല്ലേ? കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. സാധനം സാധനം കിട്ടി. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതും കൂടെ കൂട്ടി രണ്ടാമത്തെ തവണ ഞാൻ പോണത്. ആൾക്കാർക്ക് എന്നെ മനസ്സിലായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നീ പോണം. ഇനി അച്ഛനെങ്ങനെ പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര സീനാണ്. അതിനൊരു മാസ്ക് വെച്ചിട്ട് പോയാ പോരെ? അതിനിപ്പോ ആരെങ്കിലും മാസ്ക് വെക്കണം പൊട്ടാ? പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ ആക്കി മാസ്കും വെച്ച് ഇടിച്ചിരുന്ന ആളെ എന്നോട് പറയണേ. നിനക്ക് എന്തായാലും കുഴപ്പമുണ്ടാവൂല്ലോ മാസ്ക് വെക്കണമെങ്കിൽ. അതൊക്കെ ഉണ്ട്. സാധനം Oh my god, fantastic. എല്ലാം സെറ്റാക്കി വെച്ചേക്കാണല്ലേ? പിഴച്ച വരുന്ന കൊള്ളാം. ഒഴുക്കി സിംഗത്തെ കാട്ടിലെ പാത്തിരുപ്പ വീട്ടിലെ പാത്തിരുപ്പ. ഒരു ദിവസം കഴിഞ്ഞു പോയി എന്തൊക്കെ അപരാധങ്ങൾ കാണും. എന്തേ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂടാൻ വേണ്ടി എന്തൊക്കെ കോമാളിത്തരങ്ങൾ അവർ കാണിക്കുന്നത്. അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ കുറച്ച് തെണ്ടിക്കുട്ടികൾ. അത് ശരിയാട്ടാ. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും കഴിവുള്ളവരെക്കാളും കൂടുതൽ നിന്നെ പോലുള്ള കഴിവേറുകളാ. ശുഭദിനം. സത്യം. ഇതാണല്ലേ പെണ്ണ് തെക്കുന്നോ? എന്തുട്ട്? അല്ല, അച്ഛനും അമ്മയും കല്യാണത്തിനൊക്കെ അവിടുത്തെ പെണ്ണ് തെക്കണം. പെണ്ണെത്തിരി ശോകം ഉണ്ടോ? ബെസ്റ്റ്. നമുക്ക് ആ പൈസ അയച്ചോളൂ. വെറുതെ പറ്റുന്നത് പെണ്ണ് സെറ്റാകും. ഓ, നിനക്ക് അതാണ് പെണ്ണുള്ളത് പോലെ. അത് തന്നെ ഞാനും പറഞ്ഞേ. പുള്ളിക്ക് ഉണ്ടെന്ന് പറയാൻ ഒരു പെണ്ണെങ്കിലും ഉണ്ട്. നമുക്കോ? നിന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. എന്നെ സ്നേഹിക്കാനും കെയർ ചെയ്യാനായിട്ടുള്ളൊരു പെണ്ണ് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ കാണും. അതിന്റെ ഭൂമിക്ക് കോണില്ലല്ലോ. അപ്പൊ നിനക്ക് പെണ്ണ് കിട്ടൂലല്ലേ? പെണ്ണും വേണ്ട കോണും വേണ്ട. ജീവിക്കാൻ വേണ്ടി പെണ്ണുണൊന്നുമില്ലല്ലോ. പെണ്ണില്ലാതെ ജീവിക്കാം. എന്നിട്ടാണ് നീ രേവതി നോ പറഞ്ഞപ്പോ നീ അവളില്ലാതെ ഇരിക്കാൻ പറ്റാന്ന് നടന്നു പറഞ്ഞു മുങ്ങിയത്? അവിടെ മാത്രം ഞാൻ സിൻസിയറായിട്ട് നോക്കിയതാ. അത് 2 കൊല്ലം. നീ സിൻസിയർ കാണിക്കുന്നതിന്റെ ഇടയ്ക്ക് എത്ര പെണ്ണുകളെ നോക്കി? എന്റെ പൊന്നോ കുട്ടു, നീ ഇങ്ങനെ കിടന്ന് നോണ പറയില്ല കേട്ടോ. എന്റെ ചങ്ക പൊട്ടണേ. എന്റെ ചന്തിയ പൊട്ടണ്ടേ. മൊത്തം 7 പെണ്ണുങ്ങളെ നോക്കി. അതിൽ 4 പെണ്ണുങ്ങള് എന്റെ ക്ലാസ്സിലുള്ളത്. 3 പെണ്ണുങ്ങളെ ഞാൻ പ്രപ്പോസും കൂടി ചെയ്തത്. ചിലപ്പോ 2 കൊല്ലം എന്നുള്ളത് 1 കൊല്ലം ഒന്നും ആവാട്ടോ. അല്ല, അതിനുശേഷം ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ നീ നോക്കണം കണ്ടിട്ടുണ്ടോ? എന്താ കാരണം? നോക്കിയിട്ടും കാര്യമില്ലെന്ന് അറിയാം, അതുകൊണ്ടല്ലേ? അല്ല, അതിനുശേഷം എനിക്ക് പെണ്ണുങ്ങളെ കാണുന്നതേ കലിപ്പാ. എനിക്കും അതാളിയാ. പെണ്ണുങ്ങളെ കാണേ ഉറപ്പാ. ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ടല്ലേ. ഇതായി ഷെയർ പൈസ ഒന്നുമില്ല കേട്ടോ. മുന്നൊക്കെ പറഞ്ഞ് കിട്ടിയെടുത്ത് ഷെയറോ കത്തി കത്തി. അവളെവിടെ? നീ വല്ല പെണ്ണിനെ വിളിച്ച് കഴിക്കാടാ? എനിക്ക് അറിഞ്ഞൂടാ. അവളോട് പറഞ്ഞില്ലേ ഇവരെ തലയാർക്കില്ല. ക്യാമറ അവിടെ ഇരിക്കണം. ഏത് ക്യാമറ? ഓ, എന്തൊരു നാച്ചുറൽ ആക്ടിങ് ആടാ ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് നിൽക്കാൻ. പിന്നെ ചേട്ടാ, ഈ സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് ഹാഫ് എന്നെ തുറന്നിട്ടുണ്ട്.
പക്ഷെ പേടിക്കണ്ട, ഇവന്റെ തന്ത നാളെ രാവിലെ വരും. നമുക്ക് അവനെ പറ്റിക്കാം. അവന് ഇവനേക്കാളും വലിയ പൊട്ടനാ. ഇപ്പൊ ചേട്ടൻ കോരിക്കോ. അവളെവിടാ? എന്നെ തേച്ചിട്ട് പോയവള്. കുഴപ്പമില്ല, ഞാൻ നോൺ വെച്ചാ. മുന്നേട്ടോ അവനെവിടെ പറഞ്ഞില്ലേ വെറുതെ അവന് അതിലൊന്നും കഴിവൊന്നുമില്ല. അയ്യോ ഇതെന്തത്? അയ്യോ ചങ്ങലയോ? നീക്ക് അവളെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് നിന്നെ എല്ലാത്തിനും ഞാൻ തൊട്ടു. നിനക്കെന്താടാ വയ്യേ? അവളെവിടാ? ഏത് പെണ്ണ്? എന്നെ തേച്ചിട്ട് പോയവള്. ആ ചേട്ടന് തേച്ചുകൊണ്ട് പോയ പെണ്ണല്ലേ? ആ അവള് തന്നെ. തമ്പുരാനറിയാം, എനിക്കറിയില്ല. എന്റെ പൊന്നേണ്ട, എനിക്ക് അറിഞ്ഞൂട ഒരു പെണ്ണിനെ. കിച്ചു വേടാ. ഇതൊക്കെ കൊലുസാ. നിനക്കൊള്ളപ്പെട്ടാണോ പട്ടി? ആ നിന്നെ ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി നിൽക്കാറാ. തളല്ലേ തളല്ലേ. നീ അങ്ങനെ കൊന്നോടാ? ചേട്ടാ ചേട്ടാ, എന്ത് നോക്കിക്കാണാ വിളിക്കണ പട്ടി? ഓ മൈ ഗോഡ്, ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ കണ്ടാച്ചിരിക്കണേട്ടാ. എനിക്കിത് പറ്റില്ല ചേട്ടാ. നീ എന്തിനാണോ എന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചേ? എന്റെ അമ്മ അപ്പഴേ പറഞ്ഞ നിന്റെ അമ്മ കൂട്ടുണ്ടാന്ന്. കൊലപാതകം, പോലീസ്, നാട്ടുകാരി.
എല്ലാരും മിണ്ടാതിരിക്കടാ. നീ എന്നെ പോലെ ധൈര്യമായിട്ടിരിക്കും. ഞാനൊരു കൊലപാതകയായി ഇനി ജയിലിൽ കയറേണ്ടി വരും. പെണ്ണ് പോലും കിട്ടില്ല. ഇതെന്തോന്ന്? സൂക്ഷിക്കുക. ഇയാളെ കണ്ടു കിട്ടുന്ന വ്യക്തി ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇതെന്തോന്നടേ ഇത്? നിനക്കിതെന്ത് പറ്റി? കഴുത്ത് തിരിക്കാൻ പറ്റുള്ള. അതാണോ കാരണം? ഓക്കെ, അവള് രക്ഷപ്പെട്ടോന്ന് ഓർക്കണ്ട. അവളെയും കൊല്ലും, നിന്നെ എക്കത്തിനെയും കൊല്ലും ഞാൻ. പോവാ. ഓ സോറി, ഇതെന്താ രണ്ടുപേരുടെ മുഖത്തിന് പറ്റിയത്? ഓ അതൊന്നുമില്ല, അനിയന്റെ കരവിരുതാ. ഓ സോറിട്ടോ. അല്ലാട്ടാ, അവനിടക്ക് ഏതൊരു പെണ്ണിന്റെ കാര്യം പറയണ്ടായിരുന്നു. അവളെവിടെ എന്ന് ചോദിക്കണ്ടായിരുന്നു. എന്താ സംഭവം? ഓ അതോ, പിന്നെ അനിയൻ ആദ്യമായിട്ടൊരു പെണ്ണ് സെറ്റ് ആയതാ. പക്ഷെ അവള് രണ്ടാമത്തെ ദിവസം ബ്രേക്കപ്പ് അടിച്ചു. അതിന്റെ സങ്കടത്തിൽ എന്റെ അനിയൻ തൂങ്ങിച്ചാവാൻ പോയതാ. കയറ് പൊട്ടി തലയടിച്ച് വീണു. അതിനുശേഷം അവൻ ഇങ്ങനെ 2 ദിവസമോ? ഇവിടെ 1 വർഷത്തെ സിൻസിയർ കാണിച്ചിട്ട് പോലും കിട്ടാത്തവരുണ്ട്. അപ്പൊ താങ്ക്സ്. ഇനി എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം. അതിന്റെ ആവശ്യമില്ല. താങ്ക്സ്.